വയസ്സാം കാലത്ത് കിളവന്റെ ഒരു റൊമാൻസ് കണ്ടില്ലേ? ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ കിളവന്റെ ആ കാലത്ത് എന്തായിരിക്കും? ഇതിനൊക്കെ വീട്ടിൽ ഇരുന്നാൽ പോലെ പലയിടത്തും വീണ കുടുംബക്കാർക്കാ പണി. എടാ, വസന്തങ്ങളെ ബഹുമാനിക്കാൻ പറ്റണം. അത് തന്നെയാണ് നിന്റെ അടുത്തൊക്കെ പറയാനുള്ളത്. വയസ്സായവരൊക്കെ കുറച്ചൊക്കെ ബഹുമാനിക്കും. ഒന്നുമില്ലേലും നിങ്ങളെക്കളൊക്കെ ഒരുപാട് ലോകം കണ്ടിട്ടുള്ളതാ. എന്റെ വീട്ടുകാര് ബഹുമാനിക്കുന്നില്ല, പിന്നെ ഈ കിളവന് ബഹുമാനം കുറവൊന്നുമില്ല അങ്കിളെ. അപ്പൂപ്പന്റെ റൊമാൻസ് കണ്ടിട്ടൊന്ന് പറഞ്ഞു പോയതാ. പുള്ളിയുടെ റൊമാൻസിനെ പറ്റി നിനക്കൊക്കെ എന്തറിയാം? പുള്ളി ആരാ? പഴയ ഷാജഹാന. ആടാ, പുള്ളി ഒരു ഷാജഹാൻ തന്നെയാ. പുള്ളി കെട്ടിപ്പൊക്കിയ ഒരു താജ്മഹൽ ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ല, താജ്മഹലും കാണിച്ചു തരാം. ആ പോയ ഷാജഹാന്റെ കഥയും പറഞ്ഞു. തല കുനിച്ചിരുന്ന തലമുറയുടെ മൗനം പൊട്ടിത്തെറിച്ചപ്പോൾ അതൊരു വ്യവസ്ഥയുടെ തകർച്ച മാത്രമായിരുന്നില്ല, മറിച്ച് സ്വാതന്ത്ര്യത്തിന്റെ ഒരു പുതിയ കാലത്തിന്റെ ഉദയമായിരുന്നു. തെക്കേപ്പറമ്പിലെ തേങ്ങ ഇടിയിക്കാൻ ഇതിന് ആള് പോകുമെന്ന് പറഞ്ഞിട്ട് പോയോ? അത് പിന്നെ തന്നെയൊക്കെ എന്തിനാണോ പണിക്ക് നിർത്തിയിരിക്കുന്നത്? ഇന്ന് തന്നെ അത് ഇടിയിച്ച് നമുക്ക് ആവശ്യമുള്ളത് മാറ്റിയിട്ടേക്ക്. ബാക്കിയുള്ള എന്റെ ഓപ്പളുടെ വീട്ടിലേക്ക് കൊടുത്തുവിടണം. ശരി ഏമാനെ. കേശവ, എന്താ അച്ഛാ? നീ തിന്ന് മുടിച്ചിവിടെ ഇരിക്കരുതേ. നിന്നോട് ഇന്നലെ ചാത്തനെയും കൂട്ടി പറമ്പിൽ പോയി തേങ്ങ ഇടിയിക്കണമെന്ന് പറഞ്ഞതനുസരിച്ചോ? ഇപ്പോൾ തന്നെ പോകാം അച്ഛാ. വേണ്ട, തൊട്ടിരുത്തെ പാടത്തുനിന്ന് കൊയ്ത്ത. നീ അവിടെ പോയി നോക്കിട്ട് വാ. കണ്ണ് തെറ്റിയാൽ ആ നായ്ക്കൾ കക്കും. ശരി. നിൽക്ക് നിൽക്ക്. അതെ, ഞാനാ ആദ്യം വന്നത്. ആദ്യം നീ അവിടെ നിൽക്ക്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുള്ളത്. സാർ ആരാ? ജില്ലാ കളക്ടർ ആണോ? അതെല്ലോ, ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുക. ആഹാ, ഇതാണോ തന്റെ കളക്ടറേറ്റ്? എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടായിരിക്കണോ? പെരുത്തിഷ്ടായിരിക്കണോ? എനിക്കും ഇഷ്ടായിരിക്കണോ? എന്ത്? പാടം പകരം കേശവൻ നായരെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നിന്റെ ദൈവമായ കർത്താവിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇക്കാര്യം എന്റെ വീട്ടിലറിയുമ്പോഴുള്ള സാഹചര്യങ്ങളെ കുറിച്ചാണ് എന്റെ ആകുലത. പേടിക്കാതിരിക്കൂ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. തന്തയ്ക്കും തള്ളയ്ക്കും പേരുദോഷം ഉണ്ടാക്കാൻ ജനിച്ചവനെ
നിന്നെയൊക്കെ ഇവിടെ തീറ്റിപ്പോറ്റുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. കണ്ട നസ്രാണി പെണ്ണുങ്ങളുടെ മണവും പിടിച്ച് നടന്നിട്ട് ഇവിടെ വന്ന് കയറാമെന്ന് നീ വിചാരിക്കണ്ട. ആരെതിർത്താലും എന്ത് സംഭവിച്ചാലും ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ സാറാമ്മയോടൊപ്പമായിരിക്കും. ഈ തറവാടിന്റെയും ദൈവത്തെയും ആചാര്യങ്ങളെയും നിന്ദിച്ച നീ ഗതി പിടിക്കില്ല നായ. ആ നസ്രാണി പെണ്ണിനെയും അവരുടെ കൂട്ടരെയും ഞാൻ വെറുതെ വിടില്ല. നിന്നെ രക്ഷിക്കാൻ ഏത് ദൈവം ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എനിക്കും സാറാമ്മയ്ക്കും കർത്താവുണ്ടാവും. നിർത്തിക്കോ നായ നിന്റെ ചെലപ്പ്. നീ ഇനി ഒരു അക്ഷരം മിണ്ടിയാൽ നിന്റെ നാവ് ഞാൻ പിഴയ്ക്കും. നാണം കെട്ടവരെ, ഇപ്പൊ ഇറങ്ങിക്കോണം എന്റെ മണ്ണിൽ നിന്ന്. നീയും നിന്റെ പെണ്ണും സമാധാനത്തോടെ ഇവിടെ ജീവിക്കില്ല, ഓർത്തോ നീ. അച്ഛോ, എന്താ കുഞ്ഞെ ഈ ഉച്ചനേരത്ത്? അച്ഛോ, എനിക്ക് സാറാമ്മ ഇഷ്ടമാണ്. എനിക്ക് അവളെ കല്യാണം കഴിക്കണം അച്ഛോ. എന്ത് സംബന്ധമാണ് കുഞ്ഞെ നീ പറയുന്നത്? കുഞ്ഞിന്റെ വീട്ടിൽ അറിഞ്ഞാൽ എന്താകുമെന്നറിയില്ലേ? അതൊക്കെ അറിഞ്ഞച്ചോ, എനിക്കിനി ഒന്നും നോക്കാനില്ല. എനിക്ക് സാറാമ്മയും സാറാമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് കല്യാണം കഴിച്ച് ജീവിക്കണം. അതിനച്ഛൻ ഞങ്ങളെ സഹായിക്കണം. കുഞ്ഞെ നീ പറയും പോലെ അതത്ര എളുപ്പമല്ല. ഈ ലോകത്തിലെ പല കാര്യങ്ങളും ത്യജിക്കേണ്ടി വരും. പിന്നെ സാറാമ്മയെ ക്രിസ്തീയ വിശ്വാസപ്രകാരം നിന്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കണമെങ്കിൽ കർത്താവിനെ നീ നിന്റെ ഏകദൈവവും രക്ഷിതാവുമായി കൈക്കൊള്ളണം. അതിന് ഞാൻ എന്താണ് അച്ഛോ ചെയ്യേണ്ടത്? സാറാമ്മയ്ക്ക് വേണ്ടി എന്തിനും ഞാൻ തയ്യാറാണ്. കുഞ്ഞെ, ക്രിസ്തീയ ചട്ടപ്രകാരം സാറാമ്മയെ സ്വീകരിക്കണമെങ്കിൽ നീ ആദ്യം ക്രിസ്തു മാർഗം സ്വീകരിക്കണം. അതിനുവേണ്ടി സ്നാനവും തിരുവത്താഴവും നീ കൈക്കൊള്ളണം. സ്നാനം കുഞ്ഞിലെടുക്കേണ്ടതല്ലേ അച്ഛോ? കർത്താവ് ഇപ്രകാരമാണ് അരുളി ചെയ്യുന്നത്: കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. അതുകൊണ്ട് കർത്താവിനെ നിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിന് മുന്നേ നീ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം ഇവ നീ അയോഗ്യമായി സ്വീകരിച്ചാൽ നീ രോഗിയും കുറ്റക്കാരനും ബലഹീനനുമാകും. അതിനാൽ ന്യായവിധിക്ക് ഹേതുവാകാതെ ഇരിക്കേണ്ടതിന്, പാപത്തിന്റെ ശമ്പളമായി മരണമേറ്റു വാങ്ങാതെ ഇരിക്കേണ്ടതിനും, നിത്യജീവന്റെ അവകാശിയാകേണ്ടതിനും നീ കുറച്ച് കാര്യങ്ങൾ ഗ്രഹിക്കണം. കുഞ്ഞെ, അച്ഛോ, എനിക്കതൊക്കെ ഒന്ന് വിശദീകരിച്ചു തരാമോ? പറയാം. ആന്തരികവും ആത്മീയവുമായ ദൈവകൃപയുടെ ദൃശ്യവും പുറമേയുള്ളതുമായ അടയാളമാണ് സാക്രമെന്റ് അഥവാ കൂദാശ. ദൈവത്തിന്റെ അദൃശ്യമായ കൃപ ഒരു വിശ്വാസിയുടെ ആത്മാവിലേക്ക് പകരുന്നതിനും അതിന് ഹേതുവാകുന്നതിനുമുള്ള ദൃശ്യമായ ഒരു അനുഷ്ഠാനം. ഇത് നമ്മുടെ കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അതിൽ വരുന്നവയാണ് സ്നാനവും തിരുവത്താഴവും. കർത്താവ് പോലും തന്റെ ഭൂമിയിലെ ദൗത്യ നിർവഹണത്തിന് മുന്നേ യോഹന്നാൻ സ്നാപകനാൽ മാനസാന്തര സ്നാനം സ്വീകരിച്ചിട്ടുണ്ട്. ക്രിസ്തുവിനെ അറിഞ്ഞ പലരും പിന്നീട് അപ്പോസ്തലന്മാരിൽ നിന്നും സ്നാനം സ്വീകരിച്ചതായി വിശുദ്ധ ബൈബിളിൽ കാണാം. ലുദിയും കുടുംബവും കാരാഗ്രഹ പ്രമാണിയും കുടുംബവും കൊർന്നലിയോസും കുടുംബവും ഇതിന് ഉദാഹരണങ്ങളാണ്. എത്യോപ്യയിലെ ഷണ്ഡൻ സ്നാനം സ്വീകരിച്ചതിനെ കുറിച്ച് സാറാമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്നാന സ്വീകരണം പാപം കഴുകിക്കളയിലാണെന്നും അവൾ പറഞ്ഞിട്ടുണ്ട്. സ്നാനം ഈ വെള്ളത്താലുള്ള ഒരു തരം ചടങ്ങൊന്നുമല്ല. ഇത് നിന്റെ പഴയ ജീവിതത്തെ അടക്കം ചെയ്യലാണ്. ക്രിസ്തുവിനോടൊപ്പം പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു ഉയർപ്പ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് 6-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അപ്രകാരം പുതിയ ജീവിതത്തിൽ നടക്കാൻ നീ തയ്യാറാണോ? അതെ, കർത്താവിന്റെ കൃപയാൽ ഞാൻ തയ്യാറാണ് അച്ഛൻ. സർവത്തിന്റെ ഉടയവനായ കർത്താവിനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അച്ഛൻ. കുഞ്ഞേ, അങ്ങനെയെങ്കിൽ ഇനി താമസിക്കണ്ട. എഴുന്നേറ്റ് ക്രിസ്തുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയാം. ദൈവമായ
കൂട്ടിച്ചേർത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബന്ധത്തെ തകർക്കാൻ ആർക്കും സാധിക്കില്ല. അത് ദൈവഹിതം പോലെ തന്നെ നടക്കും. കുഞ്ഞ് ജ്ഞാനസ്നാനത്തിനായി തയ്യാറായിക്കൊള്ളൂ. ശരിയച്ഛൻ. സാറാമേ, എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്? ഇനിയും വൈകിയാൽ ആരാധന കഴിയും. അച്ഛന്റെ പാട്ടിന് പോകും. അച്ഛൻ പോവുകയാണെങ്കിൽ പോട്ടെ, കർത്താവും പള്ളി അവിടെ തന്നെ ഉണ്ടല്ലോ. തുലാവർഷത്തിന് മുമ്പ് പോലെ നെയ്യാൻ വിളിച്ചത് എല്ലാം ചോർന്നു. കയ്യിൽ ഇത്തിരി കാശ് തന്നോട്ടെ, നമുക്ക് ഓട് തന്നെ ഇടാം. കർത്താവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ആ, നമുക്കിറങ്ങാം. സാറാമേ, ആ കുടയും കൂടെ എടുത്തോ. എന്റെ കർത്താവേ, ഇവിടെ ഉണ്ടായിരുന്ന പാലം എവിടെ? അതീ മഴയുള്ള പാച്ചിൽ ഒഴിച്ചു കൊടുക്കണം. കഴിഞ്ഞ ആഴ്ചയും പള്ളിയിൽ പോകാൻ പറ്റിയില്ല. ഇങ്ങനെയായാലും എന്ത് ചെയ്യും? നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. അവിടെ ഇരുന്ന് തന്നെ ഇന്നത്തെ ആരാധനയും കൂടാം. സാറാമേ, നമുക്ക് ഇവിടെ തന്നെ ഒരു ദേവാലയം പണിതാലോ? ഈ മഴയോ വെള്ളപ്പൊക്കമോ ഒന്നും നോക്കേണ്ടതില്ലല്ലോ. കർത്താവ് കൂടെ ഉണ്ടാകും. അച്ഛോ, തുടർച്ചയായ മഴയും വെള്ളപ്പൊക്കവും കാരണം നമുക്ക് ആരാധനയ്ക്ക് വരാൻ പറ്റുന്നില്ല അച്ഛോ. മക്കളെ, നമുക്കത് തടയാൻ സാധിക്കില്ലല്ലോ. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പള്ളിയിൽ വരുന്ന ഞങ്ങളുടെ അയൽവാസികളെയും കൂടി ഒരു ചെറിയ ദേവാലയം പണിഞ്ഞാലെന്ന ആലോചന. അത് നല്ലൊരു ആശയമാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടേക്ക് വരാൻ 5-6 കിലോമീറ്റർ ഒക്കെ നടക്കണം. തന്നെയുമല്ല, ഈ പ്രായമായവർക്കൊക്കെ വളരെ ഉപകാരവുമാണ് അവിടെ ഒരു സഭ വന്നാൽ. നിങ്ങളിത് കാര്യമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഞാൻ അരമനയിലേക്ക് ഒരു കത്തെഴുതാം. ആവശ്യമായ സഹായവും നിന്ന് നടത്താൻ ഒരു കൊച്ചച്ഛനെയും അയക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെടാം. ശരി അച്ഛോ. കണ്ടിട്ട് വിദേശത്ത് നിന്നും വന്ന പിച്ചക്കാരനാണെന്ന് തോന്നുന്നു. ചേട്ടാ, കടുപ്പത്തിലൊരു ചായ. കുറച്ച് ദൂരേന്നാ. ഇവിടെ ഒരു കേശവൻ നായരെ കാണാൻ വന്നതാ. എന്നെ കാണാൻ ശമുവേലച്ചൻ പറഞ്ഞിട്ട് വരുന്നയാ. ഓ, കൊച്ചച്ഛനായിരുന്നല്ലേ? വാ, നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കാം. അല്ലെങ്കിൽ വീട്ടിലോട്ട് പോകാം, അതാ നല്ലത്. അവിടെ നിന്ന് സംസാരിക്കാത്ത എന്തെന്ന് വെച്ചാൽ ചുറ്റു ശത്രുക്കളാണ് അച്ഛോ. പള്ളിപ്പണി തുടങ്ങിയ അന്ന് മുതൽ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ, നമുക്ക് ശരിയാക്കാന്നേ. അച്ഛോ, ഇവിടുത്തെ പ്രധാന പ്രശ്നം കൂടെ നിൽക്കാൻ ആളില്ല എന്നതാണ്. പണത്തിന് വിളിച്ചാൽ പോലും ഒരുത്തനും പണിക്ക് വരുന്നില്ല. പിന്നെ എന്റെ അപ്പന് സംഘവും നടത്തുന്ന പ്രശ്നങ്ങൾ വേറെ. താൻ വിഷമിക്കാതിരിക്കേ, ഞാൻ എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കാം. എല്ലാത്തിനുമുള്ള വഴി കർത്താവ് കാണിച്ചു തരും. സർവശക്തനായ ദൈവത്തെ ആരാധിക്കാനും ഇവിടെ ഒരു പള്ളി പണിയാനും നിന്റെ ഒന്നും അനുവാദം വേണ്ട. നിന്നോടൊക്കെ പറയുന്നേ, വല്ലവന്റെയും വാക്ക് കേട്ട് ഇതിനൊക്കെ കൂട്ടുനിന്നാലുണ്ടല്ലോ, നിന്റെയും നിന്റെ കുടുംബത്തെയും കത്തിക്കും. തന്റെ വിരട്ടലൊന്നും ഇവരോട് വേണ്ട. ഇവരൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ദൈവവേല ചെയ്യുന്നത്. അവരെ തടുത്താൽ ദൈവകോപം നിന്നിൽ ചൊരിയും. നീ മണ്ണിൽ വീഴും.
ഇവിടെ കിടന്ന് നീ പിടഞ്ഞു മരിക്കും. നിർത്തട കഴിയാതെ എന്റെ പ്രസംഗം. ഈ മണ്ണിൽ നിന്നെ ഒന്നും ജീവിക്കാൻ അനുവദിക്കില്ലടാ. പൊളിക്കടാ. കർത്താവിനെയോ കർത്താവിന്റെ തീരുമാനങ്ങളെയോ നമുക്ക് എതിർക്കാൻ കഴിയില്ല. അവൻ കുരിശുമരണം വഹിച്ചത് കേവലം ക്രിസ്തീയ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിലെ സകലർക്കും വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് ഒരു ദേവാലയവും. അത് അവിടുത്തെ വിശ്വാസികളുടെ മാത്രമല്ല, സർവ്വജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. എല്ലാരും ഒന്ന് വഴിമാറിക്കേ, നമ്മുടെ അച്ഛൻ വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നില്ലേ? ദൈവകൃപ കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടന്നു. ആ പിന്നെ ഇതാണ് അരമനയിൽ നിന്നും അയച്ച കൊച്ചച്ഛൻ. അപ്പോൾ ഇവിടെയുള്ള കൊച്ചച്ഛൻ ആരാ? അപ്പൊ